മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ക്യുഎറ്റ് എൻട്രൻസ് എക്സാമിന് നമുക്കറിയാം ജെനറ്റിക്സ് എന്ന് പറയുന്ന പോർഷൻ 12th ഏറ്റവും നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഡെൻസ് ആയിട്ടുള്ളതും കണ്ടന്റ് ഡെൻസ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ് ജെനറ്റിക്സ്. അപ്പോൾ ജെനറ്റിക്സിൽ നമ്മുടെ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ വൺ ഓഫ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ജീൻ റെഗുലേഷൻ, അതിനകത്താണ് ലാക്കോപ്രോൺ സിസ്റ്റം ഒക്കെ വരുന്നത് അല്ലേ. ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മക്കളെ, ആദ്യം തന്നെ എന്തിനാണ് ജീൻ റെഗുലേഷൻ എന്ന് മനസ്സിലാക്കാൻ മിസ് ഒരു കുഞ്ഞു ഉദാഹരണത്തിൽ തുടങ്ങുകയാണ്. അപ്പൊ നമുക്കൊരു സിനേറിയോ എടുക്കാം. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ എല്ലാ സെൽസിലെയും DNA സെയിം ആണോ? സെയിം ആണ് അല്ലെ. അപ്പൊ എല്ലാ സെൽസിലും ഒരേ ടൈപ്പ് ജീനുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ വയറ്റിലുള്ള HCl പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീന് ചുരുക്കം പറഞ്ഞാൽ എൻ്റെ കണ്ണിലും അതുപോലെ എൻ്റെ സ്കിന്നിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ വയറ്റിൽ HCl പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ എൻ്റെ കണ്ണിലും സ്കിന്നിലും HCl പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് പറ്റും? പൊള്ളിപ്പോവും അല്ലേ. അപ്പൊ സിമ്പിളായി നമുക്ക് ആലോചിച്ചാൽ ലോജിക്കലായി മനസ്സിലാവാം, ഈ ജീൻ വയറ്റിൽ മാത്രമേ HCl ഉണ്ടാക്കുന്നുള്ളൂ, സ്കിന്നിൽ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്കിന്നിലുള്ള DNAയിൽ ഈ ജീൻ എപ്പോഴും ഓഫാണ്. പക്ഷേ വയറ്റിൽ അത് ആവശ്യമുള്ള സമയത്ത് ഓണാവും. എപ്പോഴും HCl ഉണ്ടാവില്ല അല്ലേ. ആവശ്യമുള്ള സമയത്ത് ഓണാക്കും, അല്ലെങ്കിൽ ഓഫാക്കും. അപ്പൊ ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ ജെന്നും എപ്പോഴും നമുക്കറിയാം. വെൻ വി ഡിസ്കസ് അബൌട്ട് ഹൗ ദ ജീൻ വർക്ക്, നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള ഒരു ജീൻ അത് ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA ആവുന്നു, അത് ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ആവുന്നു. എന്നാൽ വി നോ ദാറ്റ് ഇത് എപ്പോഴും നടക്കുന്നില്ല അല്ലെ. എല്ലാ ജീനും എപ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ വഴി ഉടനെ തന്നെ mRNAയും അത് ഉടനെ തന്നെ പ്രോട്ടീനും ആവുന്നില്ല. ചില ജീനുകൾ ആലോചിച്ചും കണ്ടാണ് ഓൺ ആവുന്നത്. അപ്പൊ രണ്ട് തരമോ ജീനുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ് ഈസ് അവർ ഹൗസ് കീപ്പിംഗ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻസ്. ഹൗസ് കീപ്പിംഗ് ജീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓൺ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസിലും ഗ്ലൈക്കോളിസിസ് നടക്കണം, എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഗ്ലൈക്കോളിസിസിനുള്ള ജീനുകൾ എല്ലാ സെല്ലിലും ഓണായിരിക്കും. അതാണ് ഹൗസ് കീപ്പിംഗ് ജീൻ. അതൊരിക്കലും ഓഫ് ആവാറില്ല. ഇല്ല, നമ്മൾ അച്ഛൻ ഉറങ്ങാത്ത വീടെന്നൊക്കെ പറയുന്ന പോലെ ഒരിക്കലും ആ ജീനുകൾ എന്ത് ചെയ്യില്ല, ഉറങ്ങാറില്ല. എന്നാൽ ചില ആൾക്കാർ സ്മാർട്ടാണ്. ലക്ഷറി ജീൻ എന്നോ നോൺ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻസ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ജീൻസ് എന്ന് വിളിക്കും. സ്മാർട്ടാന്ന് പറയാൻ കാരണം ആവശ്യമുള്ള സമയത്ത് എണീറ്റിരിക്കുക, അല്ലെങ്കിൽ ഓഫ് ആകുക. ഇനി നേരെ തിരിച്ചും വരാം. നമ്മളെ വീട്ടിലെ ഇലക്ട്രിക് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ പറയും, നമ്മളൊക്കെ സാധാരണ വീട്ടിൽ കയറുമ്പോൾ അമ്മയൊക്കെ എപ്പോഴും വഴക്ക് പറയുന്ന ഒരു കാര്യമാണ്, റൂമിൽ കയറുമ്പോൾ ലൈറ്റ് ഇട്, ആവശ്യമില്ലാത്തപ്പോൾ ലൈറ്റ് അണയ്ക്കും എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഓഫ് ആയിരിക്കും, നമുക്ക് ഓൺ ആക്കാൻ പറ്റും. അതാണ് ഇൻഡ്യൂസബിൾ ജീനുകൾ. ഇനി ചില ആൾക്കാർ എങ്ങനെയാണ്, എപ്പോഴും ഓൺ ആയിരിക്കും, ഫ്രിഡ്ജ് പോലെ. ചില സമയത്ത് ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അതിനെ ഓഫ് ആക്കിയിടും. അതിനെ റിപ്രസിബിൾ ജീൻ. അപ്പൊ ബേസിക്കലി സ്മാർട്ട് ജീൻസ് 2 തരത്തിലുണ്ട്. ഓഫ് ആയിട്ടിരിക്കുന്നവരെ ആയതുകൊണ്ട് ഓൺ ആയിട്ടിരിക്കുന്നവരുണ്ട്. ഓഫ് ആയിട്ടിരിക്കുന്നവരെ നമുക്ക് ഓൺ ആക്കാം, ഓൺ ആയിട്ടിരിക്കുന്നവരെ നമുക്ക് ഓഫ് ആക്കാം. സോ ബേസിക്കലി അവർ എപ്പോഴും ഫുൾ ടൈം ഓൺ ആയിരിക്കത്തില്ല. അപ്പൊ ഹൗസ് കീപ്പിംഗ് ജീൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഓൾവേസ് ആക്റ്റീവ് ആയിരിക്കും. സെല്ലുലർ ആക്ടിവിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, എക്സാമ്പിൾ ഗ്ലൈക്കോളിസിസിനുള്ളത്. എന്നാൽ നോൺ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓൾവേസ് ഓൺ ആയിരിക്കത്തില്ല അല്ലെ. അവര് ആവശ്യമുള്ള സമയത്ത് അവർ ഓൺ ആയിട്ട് mRNA പ്രോട്ടീൻ ഉണ്ടാക്കും, ആവശ്യമില്ലാത്ത സമയത്ത് അവർ ഓഫ് ആയിരിക്കും. ഇത് 2 രീതിയിലാണ് ശരിക്കും നമ്മൾ പറയുക. ഇൻഡ്യൂസിബിൾ എന്ന് പറയുന്ന ജീനുകൾ എപ്പോഴും ഓഫ് ആയിരിക്കും, ലൈറ്റ് ഒക്കെ പോലെ റൂമിലെ നമ്മൾ ഓടിച്ചെന്ന് റൂമിലെ ലൈറ്റ് ഓൺ ആക്കുകയാണ് ചെയ്യുക. എന്നാൽ ഫ്രിഡ്ജ് പോലെയാണ് റിപ്രസിബിൾ, എപ്പോഴും ഓഫ് ആയിരിക്കും. നമ്മൾ ആവശ്യമുള്ള സമയത്ത് ജനറലി അവരെപ്പോഴും ഓൺ ആയിരിക്കും, ഫ്രിഡ്ജ് പോലെ. ആവശ്യം ഉള്ള സമയത്ത് ചില സമയത്ത് നമ്മൾ പോയി അതിനെ ഓഫ് ആക്കി ഇടാറുണ്ട്. അപ്പോൾ വി ഹാവ് 2 ടൈപ്സ് ഓഫ് ജീൻ റെഗുലേഷൻ, ഇൻഡ്യൂസിബിൾ ആൻഡ് റിപ്രസിബിൾ സിസ്റ്റം. എന്നാൽ നമ്മുടെ ബോഡിയിലെ ഈ സിസ്റ്റത്തിനെ പല ഫാക്ടേഴ്സിന് ശരിക്കും റെഗുലേഷനെ ഗവേൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ ജീൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈഡ് റേഞ്ച് ഓഫ് മെക്കാനിസം ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ സെൽസ് ടു ഡിക്രീസ് ഓർ ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് എ സ്പെസിഫിക് ജീൻ. ചില ജീനുകളുടെ പ്രൊഡക്ഷൻ കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ജീൻ റെഗുലേഷൻ. കൂട്ടുന്നത് ഓൺ ആക്കുന്നതുണ്ട്, ഓഫ് ആക്കുന്നതുണ്ട്. നിങ്ങളറിയാം, ഓൺ ആക്കുന്നത് ഇൻഡ്യൂസബിൾ, ഓഫ് ആക്കുന്നത്
റിപ്രസിബിൾ. ഓക്കെ, എന്തിനാ ഇങ്ങനെ ജീൻ റെഗുലേറ്റ് ചെയ്യുന്ന? കാരണം ശരിക്കും നമ്മൾ വിചാരിക്കുന്ന സാധനം ഭയങ്കര നമ്മളെ വീട്ടിൽ പറയുന്ന പോലെ അല്ലേ. എന്തിനാ ഇടയ്ക്ക് നമ്മൾ പോയി ഫ്രിഡ്ജ് ഓഫ് ആക്കി ഇടുന്നത്? അല്ലെങ്കിൽ എന്തിനാ നമ്മൾ ലൈറ്റ് ആ റൂമിൽ കയറുമ്പോൾ മാത്രം ഓൺ ആക്കുന്നേ, ഇറങ്ങുമ്പോൾ ഓഫ് ആക്കി കളയുന്നേ? അതിന് കാരണം ഇതൊക്കെ എനർജി ആവശ്യമുള്ള കാര്യമാണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ദ ഹോൾ പ്രോസസ് ഈസ് എനർജി റിക്വയർമെന്റ്. അപ്പൊ അനാവശ്യമായി എനർജി നമ്മുടെ ബോഡി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ജീൻ റെഗുലേഷന് പല ഫാക്ടേഴ്സ്. അപ്പൊ എന്തിനാ ഓൺ ആക്കുന്നത് ഓഫ് ആക്കുന്നതെന്നുള്ളത് പല ഫാക്ടേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുളു മണാലിയിൽ നിൽക്കുമ്പോൾ AC ഇട്ട് നമ്മൾ തണുപ്പിച്ചുകൊണ്ടിരിക്കത്തില്ല അല്ലെ. സോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ, നമ്മുടെ ബോഡിയുടെ ചില നീഡുകൾക്ക്. ചിലപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്കുള്ള നീഡ് ആയിരിക്കത്തില്ല നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ. അപ്പോൾ ഫിസിയോളജിക്കൽ ചേഞ്ചസ് അനുസരിച്ച് നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ചില ജീനുകളെ ഓണാക്കും. പിന്നൊന്ന് മെറ്റബോളിക് കണ്ടീഷൻ അനുസരിച്ചിട്ട് അല്ലെ. ചില മെറ്റബോളിക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡൈജഷൻ വേണമെങ്കിൽ പെപ്സിനോജന് പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോഴും ബോഡി പെപ്സിനോജന് പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. സോ ദാറ്റ് ഈസ് മെറ്റബോളിക് നീഡ്. സോ ബേസ്ഡ് ഓൺ മെറ്റബോളിക് ഫിസിയോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ജീനിനെ റെഗുലേറ്റ് ചെയ്യുക. ഈ ജീൻ റെഗുലേഷൻ തന്നെ നമ്മളിപ്പോൾ യൂക്കാരിയോട്ടിക് ആൻഡ് പ്രോക്കാരിയോട്ടിക്, നമ്മൾ യൂക്കാരിയോട്സ് ആണല്ലേ. യൂക്കാരിയോട്സിലും പ്രോക്കാരിയോട്സിലും കുറച്ച് ഡിഫറെന്റ് ആണ്. എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ യൂക്കാരിയോട്സിൽ പല സ്റ്റെപ്പുകൾ വഴിയാണ് നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് വരെ എത്തുക. ആദ്യം എന്താ സംഭവിക്കുക, ഒരു ജീനിനെ HNRNA ആക്കും. അതിനെ പിന്നെ പ്രോസസ് ചെയ്ത് mRNA ആക്കും. ഇത് ഇത്രയും നടക്കുന്ന ന്യൂക്ലിയസിലാണ്. ഈ ന്യൂക്ലിയസിൽ നിന്ന് mRNA എടുത്ത് സൈറ്റോപ്ലാസത്തിൽ ഇട്ടാൽ മാത്രമേ അവിടെ വെച്ച് mRNAക്ക് എന്താവാൻ പറ്റുള്ളൂ, പ്രോട്ടീൻ ആവാൻ, ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ഏത് സ്റ്റെപ്പ് വേണമെങ്കിലും ബ്ലോക്ക് ചെയ്യാം. കാരണം എല്ലാ സ്റ്റെപ്പും ഇന്റർ കണക്റ്റഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ HNRNA ആവുന്നത് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ HNRNA mRNA ആവുന്നത് സ്റ്റോപ്പ് ചെയ്യാം, അതിന്റെ ട്രാൻസ്പോർട്ടിനെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിനെ സ്റ്റോപ്പ് ചെയ്യാം. ഡിഫറെന്റ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാം. പക്ഷേ പ്രോക്യാരിയോട്സിന് അത് നടക്കത്തില്ല. എന്തുകൊണ്ട് നടക്കത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കേ. പ്രോക്യാരിയോട്സിന്റെ പ്രത്യേകത എന്താ, ഒരൊറ്റ സിംഗിൾ കമ്പാർട്ട്മെന്റ്, ന്യൂക്ലിയസും സൈറ്റോപ്ലാസും ഒന്നുമില്ല അല്ലെ, എല്ലാം കൂടെ ഒരു പ്രോട്ടോപ്ലാസം. അവിടെ വെച്ച് ജീനിൽ നിന്ന് വൺസ് mRNA ആണ് ഡയറക്റ്റ് ഉണ്ടാവുക. ഇവിടെ HNRNA ഒന്നും അല്ല, ഡയറക്റ്റ് mRNA ഉണ്ടാവുന്നത് അല്ലേ. ഈ mRNA ഒരു സൈഡിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടേ ഇരിക്കും അല്ലേ, അതിൽ നിന്ന് പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കും. സോ ബേസിക്കലി ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിൽ പടക്കത്തിന് തിരികൊടുത്ത പോലെയാണ്, പിന്നെ നമുക്ക് എവിടെ വെച്ചും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻ പ്രോകാരിയോട്സ് യു ഹാവ് ടു സ്റ്റോപ്പ് ദി ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്. അപ്പൊ പഠിക്കാൻ എളുപ്പം പ്രോക്യാരിയോട്സിന്റെ ആണ്. അങ്ങനെ പ്രോക്യാരിയോട്സിന്റെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു റെഗുലേറ്ററി സിസ്റ്റം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക, വിച്ച് ഇസ് ലാക്കോപ്രോൺ. ആക്ച്വലി ലാക്കോപ്രോണിന്റെ മെക്കാനിസം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്ന രണ്ട് സയന്റിസ്റ്റ് ഉണ്ട്, ഫ്രാൻസിസ് ജേക്കബ് ആൻഡ് ജാക്യു മൊണാർഡ്. അവരാണ് ഈ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയിലെ ഈ ലാക്കോപ്രോൺ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ആലോചിക്കും, മിസ് എന്തുവാ ഈ ലാക് ഓപ്പറോൺ? ഈ പേരിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ഓപ്പൺ ചെയ്യാം. ലാക് എന്ന് പറഞ്ഞാൽ ലാക്ടോസ്, ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒപ്പറോൺ. ഒപ്പറോൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ്, ഗ്രൂപ്പ് ഓഫ് ജീൻ. അപ്പൊ ഒരൊറ്റ ജീനിനെ കുറിച്ചല്ല, ഒരു കൂട്ടം ജീനുകൾ. എന്താന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചു തരും. ആദ്യം തന്നെ നമ്മൾ ഈ ഒപ്പറോൺ വരയ്ക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ നോളജ്, ഒരു ജീനിൽ ഒരു പ്രൊമോട്ടർ സീക്വൻസ് ഉണ്ട്, ഒരു ടെർമിനേറ്റർ സീക്വൻസ് ഉണ്ട്, അതവിടെ ഇരുന്നോട്ടെ, ആൻഡ് ഒരു സ്ട്രക്ചറൽ ജീൻ ഉണ്ട്. ഇത് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ പറയുന്നത് പ്രോകാരിയോട്ട് ആയതുകൊണ്ട് തന്നെ അവർക്കുള്ള സ്ട്രക്ചറൽ ജീൻ എങ്ങനെയാണ് മക്കളെ? പോളിസിസ്ട്രോണിക് ജീനാണ്, EZYA. പോളിസിസ്ട്രോണിക് ജീൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരൊറ്റ mRNA ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ആ mRNAയിൽ നിന്ന് നമുക്ക് 3 ഡിഫറെന്റ് പ്രോട്ടീൻസ് ഉണ്ടാവും. ഇസഡിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നത് ബീറ്റാ ഗലാക്ടോസിഡേസ്. ഇതാണ് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗലാക്ടോസുമായി ഡിവൈഡ് ചെയ്യുന്ന എൻസൈം. ഈ വൈയിൽ നിന്ന് പെർമിയേസ്, അതാണ് ലാക്ടോസിനെ സെല്ലിലേക്ക് പെർമിറ്റ് ചെയ്യുന്ന എൻസൈം. ആൻഡ് എയിൽ നിന്ന് ട്രാൻസ് അസെറ്റലേസ്,
ആക്ച്വലി ഹോൾ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ് അസറ്റൈലേസിന്റെ ജോലി. ഇത് സാധാരണ ഈ അസറ്റൈൽ കോഎൻസൈം ഒക്കെ നമ്മുടെ ബീറ്റ ഗലാക്ടോസിഡേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ബീറ്റ ഗലാക്ടോസിഡേസിന്റെ എണ്ണം കൂട്ടി ആ ഒരു പ്രോസസ്സിനെ കുറച്ചുകൂടെ ഒന്നും കൂടെ കൊഴിപ്പിക്കുക എന്നുള്ളതാണ് ട്രാൻസ് അസറ്റൈലേസിന്റെ ജോലി. ശരിക്കും ഒരു ചിയർ ഗേളിനെ പോലെ. അപ്പൊ നമുക്ക് പറയാം, ഇതൊരു പ്രൊക്കാരിയോട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ട്രക്ചറൽ ജീൻ എങ്ങനത്തെയാണ്? പോളിസിസ്ട്രോണിക് ജീനാണ്. ZYA എന്ന് പറയുന്ന 3 പാർട്ട് ഉണ്ട്. ഇതൊരു mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇസഡിൽ നിന്ന് ബീറ്റ ഗലാക്ടോസിഡേസ്, വൈയിൽ നിന്ന് പെർമിയേസ് ആൻഡ് എയിൽ നിന്ന് ട്രാൻസ്അസറ്റൈലേസ്. ബീറ്റ ഗലാക്ടോസിഡേസ് ലാക്ടോസിനെ ഗ്ലൂക്കോസ് ഗലാക്ടോസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സഹായിക്കും, വിച്ച് ഇസ് എനർജി സോഴ്സ് അല്ലെ. അടുത്തത് പെർമിയേസ് ആണ്. ശരിക്കും ലാക്ടോസിന് സെല്ലിൽ കയറിയാലല്ലേ ഇത് നടക്കത്തുള്ളൂ. സെല്ലിലേക്ക് കയറ്റി വിടുന്നത് പെർമിയേസ് ആണ്. ആൻഡ് ട്രാൻസ്അസറ്റൈലേസ് ഇതിനെ എൻഹാൻസ് ചെയ്യും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓപ്പറോണാ, ഇതൊരു റെഗുലേറ്റഡ് സിസ്റ്റം ആണെന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യപ്പെടത്തില്ല. അപ്പൊ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന RNA പോളിമറൈസ്, അവനാണ് ട്രാൻസ്ക്രിപ്ഷനെ സഹായിക്കുന്ന എൻസൈം അല്ലെ. RNA പോളിമറൈസിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ആരാ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇത് പ്രൊമോട്ടറിലാ ബൈൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ അടുത്തൊരു സീക്വൻസ് ഉണ്ട്, ഓപ്പറേറ്റർ. ഈ സീക്വൻസില് ഒരുത്തം വന്നിരിക്കും. അവനാണ് നമ്മുടെ ഇവിടെയുള്ള റിപ്രസർ പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ റിപ്രസർ എന്ന് പേര് വരാൻ കാരണം ഇവൻ RNA പോളിമറൈസിനെ തടയും. നമ്മൾ ഡോറ ബുജിയിലൊക്കെ കാണുന്ന പോലെ പാലത്തിൽ ചിലപ്പോൾ ഒരു ചെകുത്താൻ വന്നിരിക്കും. അപ്പൊ പാലം വഴി കയറി പോകാൻ പറ്റത്തില്ല. അവനാണ് റിപ്രസർ. ഈ റിപ്രസർ വന്നിരുന്നാൽ എന്ത് പറ്റും? നമുക്ക് പിന്നെ RNA പോളിമറൈസിന് ഈ കൺവേർഷൻ ഒന്നും പോസിബിൾ ആവില്ല. RNA പോളിമറൈസിന് കടന്നു പോകാൻ പറ്റില്ല. And this repressor protein is always produced in this cell. കാരണം ഇവിടെ തൊട്ടടുത്തൊരു ഹൗസ് കീപ്പിംഗ് ജീൻ ഉണ്ട്, I ജീൻ, വിച്ച് ഇസ് ഇൻഹിബിറ്റർ ജീൻ. ഇതൊരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. അതുവഴിയാണ് ശരിക്കും ഈ റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഈ റിപ്രസർ ഉണ്ടായ ഉടനെ പോയി ഓപ്പറേറ്റർ സീക്വൻസ് ഇരിക്കും, RNA പോളിമറൈസിനെ തടയും, പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ ഇൻ ജനറൽ എന്താണ് ഈ സെൽ എപ്പോഴും ഒരു ഓഫ് സിറ്റുവേഷനിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. ലാക്ടോപ്രോൺ എന്ന് പറയുന്ന സിസ്റ്റം എടുത്താൽ നോർമൽ കണ്ടീഷനിൽ സാധാരണ നമ്മൾ പറയും ലാക്ടോസിന് ഏറ്റവും ഇഷ്ടം ഗ്ലൂക്കോസ് ആണ്. ലാക്ടോസ് ഇല്ലാത്ത കണ്ടീഷനിൽ, ലാക്ടോസ് ഇല്ലാതെ ഗ്ലൂക്കോസ് ആണ് പ്രിഫേർഡ് സബ്സ്ട്രേറ്റ്. ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ബിരിയാണിയാണ് എന്റെ വീട്ടിൽ വെക്കുന്നതെങ്കിൽ വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്റെ വീട്ടിൽ ബിരിയാണിയാണുള്ളതെങ്കിൽ, ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് ആണുള്ളതെങ്കിൽ ഈക്വളി ആരേ കഴിക്കുള്ളൂ? ഗ്ലൂക്കോസേ കഴിക്കുള്ളൂ. അപ്പൊ എന്തായിരിക്കും? ഈ എപ്രോൺ സിസ്റ്റം ഓഫ് ആയിരിക്കും. ഓഫ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ ഇൻഹിബിറ്റർ ജീൻ റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റിപ്രസർ പ്രോട്ടീൻ ഇവിടെ ഓപ്പറേറ്റർ സീക്വൻസിൽ വന്നിരിക്കുന്നു, RNA പോളിമറൈസിനെ തടയുന്നു, ZYAയുടെ ട്രാൻസ്ക്രിപ്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്നു. സിമ്പിൾ. ഇങ്ങനെയാണ് നോർമൽ കേസിൽ. ദിസ് ഈസ് ഇൻ എ ഓഫ് സിറ്റുവേഷൻ. ഓഫ് സിറ്റുവേഷനിലാണ് ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് എ നെഗറ്റീവ് സിസ്റ്റം. കാരണം ഇവിടുത്തെ റിപ്രസർ പ്രോട്ടീൻ ഒരു നെഗറ്റീവ് ആളാണ്. ഇയാൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ചില കേസുകളിൽ നമുക്ക് ആക്ടിവേറ്റേഴ്സിനെ കാണാൻ പറ്റും. അവർക്ക് ശരിക്കും പാലത്തിലൂടെ ഒരാളെ കടന്നു വിടാൻ സഹായിക്കും. ബട്ട് ദിസ് ഇസ് എ നെഗറ്റീവ് സിസ്റ്റം, കാരണം റിപ്രസർ ഇവിടെ തടയുന്ന ആളാണ്. ഇനി ഇത് ഒരു ഇൻഡ്യൂസിബിൾ സിസ്റ്റം ആണ് നമ്മൾ പറയും. കാരണം ഓഫ് ആയ സിസ്റ്റത്തിനെ ഓൺ ആക്കാൻ പറ്റും. എങ്ങനെ ഓൺ ആക്കാൻ പറ്റുക നമുക്ക് നോക്കാം. ഗ്ലൂക്കോസിന് പകരം നമ്മൾ എന്നും ബിരിയാണി വെക്കുന്നതിന് പകരം നമ്മളെ വീട്ടിൽ ചോറാണ് വെച്ചത്. ചോറാണ് വെച്ചെങ്കിൽ ചോറ് കഴിക്കുമല്ലേ നമ്മൾ. അത് തന്നെയാണ് ഈക്കോളയും ചെയ്യുക. ഈക്കോളി ലാക്ടോസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കുമെങ്കിൽ ലാക്ടോസിനെ കഴിക്കാം. ഗതി കെട്ടാ പുല്ലും തിന്നും. ലാക്ടോസിനെ കഴിക്കണമെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് വേണം. പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ പ്രൊമോട്ടർ ഇൻഹിബിറ്റർ ജീൻ ഹൗസ് കീപ്പിംഗ് ജീനാണ്. ദാറ്റ് മീൻസ് അത് എപ്പോഴും റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാവാതിരിക്കുന്നില്ല. ഇവിടെ പ്രൊമോട്ടർ ഉണ്ട്, ഓപ്പറേറ്റർ ഉണ്ട്, ZYA. പക്ഷെ റിപ്രസർ പ്രോട്ടീൻ എവിടെ എത്താൻ പറ്റില്ല? ഓപ്പറേറ്റർ സീക്വൻസിൽ എത്താൻ പറ്റില്ല. അതെന്താടാ പറ്റാത്തെ? കാരണം റിപ്രസറിനെ ഇവിടെയുള്ള നമ്മുടെ മീഡിയത്തിലുള്ള ലാക്ടോസ് വന്ന് ബ്ലോക്ക് ചെയ്യും. പോണ്ടെന്ന് ലാക്ടോസ് അല്ലെങ്കിൽ ലാക്ടോസിന്റെ തന്നെ ഐസോമറായ അല്ലോ ലാക്ടോസ്. അവൻ വന്ന് ബ്ലോക്ക് ചെയ്താൽ എന്താടാ പറ്റുക? റിപ്രസറിന് അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല. പോളിമറൈസ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? RNA പോളിമറൈസ് വന്നിട്ട്
നമ്മുടെ ഹോൾ പോളിമറൈസേഷൻ പ്രോസസ് അങ്ങ് നടത്തി mRNA ഉണ്ടാക്കി, അതിൽ നിന്ന് എൻസൈംസ് ഉണ്ടാക്കും, ലാക്ടോസിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഇൻ ദ പ്രസൻസ് ഓഫ് E. coli. അപ്പൊ നമുക്ക് നോക്കാം, ഗ്ലൂക്കോസ് ആണ് മീഡിയത്തിലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ I ജീനിൽ നിന്നും റിപ്രസർ ഉണ്ടായി, ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ സീക്വൻസ്, ദ ഹോൾ തിങ് ഇസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. എന്നാൽ നമ്മൾ ലാക്ടോസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ലാക്ടോസ് ഇവിടെ I ജീൻ എന്തുണ്ടാക്കുന്നുണ്ട്, റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇൻഡ്യൂസർ മോളിക്യൂളായ ലാക്ടോസ് അല്ലെങ്കിൽ അലാലക്ടോസ് ഇതിനെ ചെന്ന് ബൈൻഡ് ചെയ്ത് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന് അവിടെ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ZYA പോളിമറൈസ് ചെയ്തുകൊണ്ട് ബീറ്റാ ഗലാക്ടോസിഡേസ്, പെർമിയസ് ആൻഡ് ട്രാൻസസിറ്റലേസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ നമുക്കറിയാം ബീറ്റാ ഗലാക്ടോസിഡേസ് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്ത് എനർജി ഡിറൈവ് ചെയ്യും. പെർമിയസ് ആണ് ഈ ലാക്ടോസിനെ സെല്ലിലേക്ക് എൻട്രി ചെയ്യാൻ സഹായിച്ചത്, ട്രാൻസസിറ്റലേസ് ഈ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യും. പക്ഷെ അപ്പോൾ ഒരു കുഞ്ഞു ചോദ്യമുണ്ട്, ഒരു കുഞ്ഞു സംശയം അല്ലേ. ഞാൻ പറഞ്ഞത് ലാക്ടോസിനെ സെല്ലിലേക്ക് എൻട്രി ചെയ്യാൻ സഹായിക്കുന്നത് പെർമിയസ് ആണെന്നാണ്. പക്ഷെ ലാക്ടോസ് സെല്ലിനകത്ത് എൻട്രി ചെയ്ത ശേഷമേ പെർമിയസ് ഉണ്ടാവുന്നുള്ളൂ. അതൊരു പ്രശ്നമല്ലേ അല്ലേ? കാരണം ലാക്ടോസ് വന്ന് റിപ്രസറിനെ ബ്ലോക്ക് ചെയ്താലേ പെർമിയസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം പെർമിയസ് ഇല്ലെങ്കിൽ എങ്ങനെ ലാക്ടോസ് അകത്ത് കയറി? നമ്മൾ അകത്തുനിന്ന് അടച്ച വാതിൽ എങ്ങനെ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് കയറി എന്ന പോലെ ആയി അല്ലേ? അകത്തുനിന്ന് അടച്ച വാതിൽ വെളിയിൽ നിന്ന് ഒരാൾക്ക് കയറാൻ പറ്റില്ലല്ലോ. ആരും തുറന്നു കൊടുക്കണം. സിമ്പിളാണ്, ശരിക്കും ഒരു കീ വെളിയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് സ്ട്രിക്റ്റ് ഒന്നും അല്ല റിപ്രസർ. റിപ്രസർ കുറച്ച് കനിവുള്ളവനാണ്. കുറച്ച് RNA പോളിമറൈസിന്റെ വഴി ZYA ട്രാൻസ്ക്രിപ്ഷനെ കുറച്ചൊക്കെ ആര് സഹായിക്കുന്നുണ്ട്, റിപ്രസർ സമ്മതിക്കുന്നുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ട് ഒരിക്കലും നീ ഈ എൻസൈം ഉണ്ടാക്കണ്ടെന്നൊന്നും റിപ്രസർ പറയുന്നില്ല, കുറച്ച് ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. ബിക്കോസ് ദിസ് ഈസ് ആക്ച്വലി എ ലീക്കി ജീൻ സിസ്റ്റം. അതുകൊണ്ട് തന്നെ സ്മോൾ എമൗണ്ട് ഓഫ് എൻസൈം എപ്പോഴും ലാക്ടോപ്രോണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദയർബൈ ഈ പെർമിയസ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇനിഷ്യൽ ലാക്ടോസിന്റെ എൻട്രിക്ക് സഹായിക്കുക. പക്ഷെ ലാക്ടോസ് 1 എൻട്രി ചെയ്താൽ മാത്രമേ, ഈ റിപ്രസറിനെ എടുത്ത് കംപ്ലീറ്റ് മാറ്റിയാൽ മാത്രമേ ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർമിയസിനെയും ബീറ്റാ ഗലാക്ടോസിഡേസിനെയും ട്രാൻസസിറ്റലേസിനെയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പറോൺ സിസ്റ്റം. ഇവിടെ നമുക്ക് പറയാം ലാക്ടോപ്രോൺ സിസ്റ്റം ഒരു നെഗറ്റീവ് സിസ്റ്റമാണ്. ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്, ഇതൊരു നെഗറ്റീവ് സിസ്റ്റമാണ്. ഇവിടെ റിപ്രസർ പ്രോട്ടീനാണ് ഉള്ളത്, ഓപ്പറേറ്റർ സീക്വൻസിനെ ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം എപ്പോഴും ഓഫ് ആയിരിക്കും. ഓഫിനെ ഓൺ ആക്കുന്നതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന് ഇൻഡ്യൂസബിൾ സിസ്റ്റം എന്ന് വിളിക്കാം. ഇതിന് ഓൺ ആക്കാൻ സഹായിക്കുന്ന ഇൻഡ്യൂസർ എന്ന് പറയുന്നത് ലാക്ടോസ് മോളിക്യൂളാണ്. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ഈക്വലി with mutated Z gene in lactopron cannot grow in a medium containing only lactose as a source of energy. Z gene mutated ആയ എന്ത് പറ്റും മക്കളെ? ബീറ്റാ ഗലാക്ടോസിഡേസ് ഉണ്ടാവില്ല. ബീറ്റാ ഗലാക്ടോസിഡേസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? അപ്പൊ നമുക്ക് എഴുതാം, Z gene mutated ആയാൽ ബീറ്റാ ഗലാക്ടോസിഡേസ് ഇല്ല. ബീറ്റാ ഗലാക്ടോസിഡേസ് ഇല്ല എങ്കിൽ നമുക്ക് ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ദാറ്റ് ഈസ് വൈ ദേ കനോട്ട് ഗ്രോ ഇൻ എ ലാക്ടോസ് ഓൺലി മീഡിയം. അപ്പൊ നമുക്ക് നോക്കാം, ലാക്ടോപ്രോൺ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട്ലി ആക്റ്റീവ് ഇൻ ദീസ് സെൽസ് അല്ല, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കില്ല. ദേ കനോട്ട് സിന്തസൈസ് ഫങ്ഷണൽ ബീറ്റാ ഗലാക്ടോസിഡേസ്. ഫങ്ഷണൽ ബീറ്റാ ഗലാക്ടോസിഡേസ് ഇല്ല എങ്കിൽ എനർജി പ്രൊഡക്ഷൻ ഈസ് ഇമ്പോസിബിൾ. Next question, which one event could take place in lactopron of E. coli when growth medium has high concentration of lactose? നമ്മളടുത്ത് പറഞ്ഞത് ലാക്ടോസ് കൂടുതലുണ്ടെങ്കിൽ എന്താണ് ഈ സിസ്റ്റത്തിന് പറ്റുക? നമുക്കറിയാം ലാക്ടോസ് ഉണ്ടെങ്കിൽ ഓഫ് ആയ സിസ്റ്റം ഓൺ ആവും. എൻസൈം സ്റ്റാർട്ട്സ് ടു ഗെറ്റ് പ്രൊഡ്യൂസ്ഡ്. നോക്കാം, സൈറ്റോപ്ലാസ്മിക് ജീൻ അൺഎബിൾ ടു പ്രൊഡ്യൂസ് പോളിസിസ്ട്രോണിക് DNA. ജീൻ DNA ഉണ്ടാക്കുന്നതായിട്ടൊന്നും ഇവിടെ നമ്മൾ പറയുന്നില്ല. റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ടു RNA പോളിമറൈസ് ആൻഡ് പ്രിവെന്റ് ട്രാൻസ്ലേഷൻ അല്ല, റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്നില്ല. റിപ്രസർ പ്രോട്ടീൻ അറ്റാച്ചസ് ടു ദ പ്രൊമോട്ടർ സീക്വൻസ് ആൻഡ് റിപ്രസ് ദ ഓപ്പറേറ്റർ. റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്ററുമായിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നില്ല അല്ലെ? കാരണം ഓൺ ആവുന്ന സമയത്ത് റിപ്രസർ പ്രോട്ടീനെ ലാക്ടോസ് വന്ന് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇൻഡ്യൂസർ മോളിക്യൂൾ ദാറ്റ് ഈസ് ലാക്ടോസ് ബൈൻഡ് ടു ദ റിപ്രസർ പ്രോട്ടീൻ ആൻഡ് RNA പോളിമറൈസ് ബൈൻഡ് ടു ദി
promoter sequence. Answer is option D. Question. Enzyme involved in the hydrolysis of disaccharide is. Disaccharide hydrolysisനെ സഹായിക്കുന്നില്ല. ഇവിടുത്തെ disaccharide ആരാ? ലാക്ടോസ്. ലാക്ടോസിന്റെ ഹൈഡ്രോളിസിന് സഹായിക്കുന്ന ആരാ? ബീറ്റ ഗലാക്ടോസിഡേസ് ഇൻറ്റു ഗ്ലൂക്കോസ് ആറ്റ് ഗാലക്ടോസ്. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ. ദ പ്രോഡക്റ്റ് ഓഫ് ഐജീൻ. ഐജീന്റെ പ്രോഡക്റ്റ് ആരാണ്? ഐജീന്റെ പ്രോഡക്റ്റ് ആണ് റിപ്രസർ പ്രോട്ടീൻ. കമ്പൈൻഡ് വിത്ത് ഡാഷ് ഇൻ ദി ഈക്കോളൈ. ഈക്കോളയിലെ ഏത് ഭാഗത്താണ് അത് പോയി അറ്റാച്ച് ചെയ്യുന്നത്? പറയേ. ഓപ്പറേറ്റർ സീക്വൻസിൽ അല്ലേ ഇത് പോയി ഇരിക്കുന്നത്? ഓപ്പറേറ്റർ സീക്വൻസിലേക്കാണ്. ഓപ്പറേറ്റർ സീക്വൻസിൽ പോയിരുന്ന എന്താ പറ്റുക? ഈ സിസ്റ്റം ഓഫ് ആയി പോവുകയാണ് ചെയ്യുക അല്ലെ മക്കളെ? നോർമൽ സിറ്റുവേഷൻ. ഓപ്പറേറ്റർ ജീൻ ടു സ്വിച്ച് ഓഫ് ദി സ്ട്രക്ചറൽ ജീൻ. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി ഇൻഡ്യൂസർ ജീനിലാണോ? ഇൻഡ്യൂസർ എന്ന് പറയുന്ന ഒരു ജീനെ അല്ല ഇവിടെ നമുക്കുള്ളത്, ഓപ്പറേറ്റർ ജീനാണുള്ളത്. ഓപ്പറേറ്റർ ജീൻ ടു സ്വിച്ച് ഓൺ ആണോ? ഓൺ അല്ല ഇവിടെ നടക്കുക, ഓഫ് ആണ് ഇവിടെ നടക്കുക. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് സെൽഫ്. E. coli grown on a medium having glucose is transferred to lactose containing medium. Which changes occur? നമ്മളടുത്ത് ചോദിച്ചത് ഈ കോളൈനെ വളർത്തിയിരിക്കുന്നത് ഏതാണ്? ഗ്ലൂക്കോസ് കണ്ടെയ്നിങ് മീഡിയത്തിലായിരുന്നു. ലാക്ടോസ് മീഡിയത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫ് ആയിരുന്ന ഓപ്പറോൺ സിസ്റ്റം ഓൺ ആവും. ലാക്കോപ്രോൺ ഈസ് ഇൻഡ്യൂസ്ഡ്. ലാക്കോപ്രോൺ ഈസ് സപ്രസ്ഡ്. അല്ല, ലാക്കോപ്രോൺ ഈസ് ഇൻഡ്യൂസ്ഡ്. ലാക്ടോസ് ആണ് ഇവിടുത്തെ ഇൻഡ്യൂസർ. ലാക്കോപ്രോൺ സപ്രസ്ഡ് ആവില്ല. ഓൾ അപ്രോൺസ് ആർ ഇൻഡ്യൂസ്ഡ്. എല്ലാ ഒപ്രോൺസും ഒന്നും ഇല്ല. ലാക്ടോസ് വന്നു കഴിഞ്ഞാൽ ലാക്കോപ്രോൺ മാത്രമേ ഇൻഡ്യൂസ് ആവും. കാരണം ലാക്കോപ്രോണിൽ മാത്രമാണ് ലാക്ടോസിന് ഒരു ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുക. ഓരോ ഡിഫറെന്റ് ഒപ്രോൺ സിസ്റ്റത്തിലും ഡിഫറെന്റ് ഇൻഡ്യൂസേഴ്സ് ഉണ്ടാവും. ദ ബാക്ടീരിയം സ്റ്റോപ്പ് ഡിവൈഡിങ്. നത്തിങ് ലൈക്ക് ദാറ്റ്. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ. ദ സീക്വൻസ് ഓഫ് സ്ട്രക്ചറൽ ജീൻ ഇൻ ലാക്കോപ്രോൺ. നമുക്കറിയാം സ്ട്രക്ചറൽ ജീൻ ZYA. ആൻസർ ഈസ് second option. Question. Lacoprone gene A, I, Y and Z code for. എന്താണ് A കോഡ് ചെയ്യുന്നത്? A ട്രാൻസസെറ്റലേസ് അല്ലെ മക്കളെ? ഫസ്റ്റ് ഓപ്ഷൻ പോയി, ലാസ്റ്റ് ഓപ്ഷൻ പോയി, ട്രാൻസസെറ്റലേസ്. അടുത്തത് I കോഡ് ചെയ്യുന്നത് എന്താണ്? റിപ്രസർ പ്രോട്ടീൻ. സോ ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ, റിപ്രസർ പ്രോട്ടീൻ. Y പെർമിയേസ് ആൻഡ് Z ബീറ്റ ഗലാക്ടോസിഡേസ്. ആൻസർ ഇസ് സെക്കൻഡ് വൺ. Question. Why glucose and galactose cannot serve the function of as inducer in operon? എന്തുകൊണ്ട് ഗ്ലൂക്കോസിനും ഗലാക്ടോസിനും ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല? കാരണം അവർക്ക് റിപ്രസറുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. റിപ്രസറുമായിട്ട് ബൈൻഡ് ചെയ്ത് അവനെ ബ്രേക്ക് ചെയ്യുന്ന, അയാളെ സ്റ്റോപ്പ് ചെയ്യുന്ന ആളാണ് ശരിക്കും ഇൻഡ്യൂസർ. ഈ ഇൻഡ്യൂസർ ലാക്ടോസ് ആണ്. ഗ്ലൂക്കോസിനും ഗലാക്ടോസിനും പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? ദേ കണ്ടെയ്ൻ ബൈൻഡിങ് സൈറ്റ് ഫോർ അറ്റാച്ചിങ് ടു ഓപ്പറേറ്റർ. ഓപ്പറേറ്ററുമായിട്ട് ഇവിടെ ഒരു ബന്ധവുമില്ല. They do not possess binding site for attaching to repressor protein. റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യാനുള്ള ബൈൻഡിങ് സൈറ്റ് അവർക്ക് ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്തിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തത്? ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തത്. നെക്സ്റ്റ് ഇസ് എൻ അസർഷൻ റീസൺ. റെഗുലേഷൻ ഓഫ് ലാക്കോപ്രോൺ ബൈ റിപ്രസർ ഈസ് നെഗറ്റീവ് റെഗുലേഷൻ. അല്ലെ മക്കളെ? റിപ്രസർ ഉള്ളത് നെഗറ്റീവ് റെഗുലേഷൻ ആണ്. കാരണം റിപ്രസർ RNA പോളിമറൈസിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്, ഈ സിസ്റ്റത്തിനെ ഓഫ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് റെഗുലേഷൻ ആണ്. Regulation of lacoprone can also be visualized as regulation of enzyme synthesis by its substrate. നോക്കാം, റെഗുലേഷൻ ഓഫ് ലാക്കോപ്രോണിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം ആസ് റെഗുലേഷൻ ഓഫ് എൻസൈം സിന്തസൈസ്ഡ് ബൈ സബ്സ്ട്രേറ്റ്. അപ്പോൾ ലാക്കോപ്രോണിലെ റെഗുലേഷനെ ശരിക്കും നമുക്ക് എൻസൈം സിന്തസിസ് അല്ലെ, ZYA എന്ന് പറയുന്ന ഈ ഒരു ജീൻ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ mRNAയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ ബീറ്റ ഗലാക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസസെറ്റലേസ് 3 എൻസൈംസ് ഉണ്ടാവും. ഈ എൻസൈംസ് ആണ് ശരിക്കും ഇവിടെ ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്ത ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളത്. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റെഗുലേഷൻ ഓഫ് ലാക്കോപ്രോൺ ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആസ് റെഗുലേഷൻ ഓഫ് എൻസൈം സിന്തസിസ് ബൈ ഇറ്റ്സ് ഓൺ സബ്സ്ട്രേറ്റ്. അതിൻ്റെ തന്നെ സബ്സ്ട്രേറ്റ് ആയ ലാക്ടോസ് ആണ് ശരിക്കും അതിനെ തന്നെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ലാക്ടോസ് കയറിയാലേ ഈ എൻസൈം പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും
കറക്റ്റ് ആണ്. നമുക്ക് പലപ്പോഴും ചില സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ NCERT ഒന്നും കണ്ടിട്ടില്ലാത്ത കാണുമ്പോൾ കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് വരച്ച് നോക്കുക. സോ യു വിൽ ഗെറ്റ് മച്ച് മോർ ക്ലാരിറ്റി ഓൺ ദാറ്റ്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ റീസൺ. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഇനി മക്കളെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൊച്ചു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. സോ സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലാക്ടോപ്രോൺ വെൻ ലാക്ടോസ് ഈസ് പ്രസന്റ് ഇൻ ദ മീഡിയം. ജസ്റ്റ് ടൈപ്പ് യുവർ ആൻസർ ഇൻ യുവർ കമന്റ് ബോക്സ് ആൻഡ് വി വിൽ സീ ഫോർ ഇറ്റ്. അപ്പോൾ ലാക്ടോപ്രോൺ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സി യു വിത്ത് സച്ച് അനദർ ടൈപ്പ് ഓഫ് വീഡിയോ. ബൈ. താങ്ക് യു.